ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മനുഷ്യരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കഴിവിലും പ്രവർത്തനത്തിലുമൊക്കെ വ്യത്യാസമുണ്ട്. ഏതൊരു വ്യക്തിയും ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ കാരണം ജീവിതത്തെ നിറം പിടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സംഭവിക്കുന്നതല്ല, ചില ആഗ്രഹങ്ങൾ വഴി, പരിശ്രമങ്ങൾ വഴി അവർ നേടിയെടുക്കുന്നതാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടങ്ങൾക്കിടയിലും വ്യത്യാസമുണ്ട്. എന്നാൽ കൂടുതൽ പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ആകർഷിക്കുന്നതിൻ്റെ പിന്നിലും പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പിൻഭാഗത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും ഓരോ തരത്തിലുള്ള ഫീലിങ്സ് അല്ലേ മനസ്സിലേക്ക് വരുന്നത്. നമ്മളെ ഒരാൾ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു ആകർഷണത്തോടെ നോക്കുമ്പോഴൊക്കെ തന്നെ ഒരു പ്രത്യേക ആത്മവിശ്വാസം തോന്നാറുണ്ട്. പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ അതിനുവേണ്ടി ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഒരു പ്രത്യേക ആകർഷണം തോന്നാറുണ്ട്, പ്രകൃതിയാൽ തന്നെ. അതിനെക്കുറിച്ച് ഓരോരുത്തർക്ക് ഓരോ മുൻവിധിയുണ്ട്. ഓരോ അവയവങ്ങളും ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം എന്നൊക്കെ. ഒരു സ്ത്രീയിൽ ഒരു പുരുഷൻ ആകർഷണം കണ്ടെത്തുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ ഫാൻറ്റസിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവരും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്നത്, ചേരുന്ന വസ്ത്രം ധരിക്കുന്നത് ആകർഷണം കൂട്ടാൻ വേണ്ടിയാണല്ലോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഏത് വസ്ത്രം ധരിച്ചാലും പിൻഭാഗത്തിൻ്റെ ആ ഒരു ഷേപ്പ് ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതിൻ്റെ പിന്നിൽ സ്ത്രൈണതയായിട്ട് ബന്ധപ്പെട്ട് കുറേ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആകർഷണം തോന്നുന്നത്. യഥാർത്ഥത്തിൽ പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് രണ്ട് തരത്തിലുള്ള ഊർജം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സ്നേഹത്തിൻ്റെതായ ഊർജം, മറ്റൊന്ന് കാമത്തിൻ്റെതായ ഊർജം. എത്ര സ്നേഹമുള്ള പങ്കാളികളാണെങ്കിലും ചില സമയത്ത് കാമത്തിൻ്റെതായ ഊർജം വേണം. ഇവിടെയാണ് പരസ്പരമുള്ള ആ ഒരു ആകർഷണത്തിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു പ്രത്യേക രീതിയോട് അല്ലെങ്കിൽ ഒരു മെത്തേഡിനോട് ഇഷ്ടം കൂടുതലായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോഗി പോസ് ഇഷ്ടമുള്ള പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് പിൻഭാഗത്തിനോടുള്ള ആകർഷണം കൂടുതലായിരിക്കും. അതുപോലെ പങ്കാളി മുകളിൽ വരുന്ന രീതിയിലെ ചില വേരിയേഷൻസ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു മെത്തേഡ് തന്നെ സ്ത്രീയും പുരുഷനും ആസ്വദിക്കുന്നത് വ്യത്യസ്ത തലത്തിലായിരിക്കും. ചില രീതികളിൽ പുരുഷൻ കുറച്ച് ബോൾഡ് ആകേണ്ടതായിട്ടുണ്ട്, അത് സ്ത്രീക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ ഈ ഫാൻറ്റസിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതികളും പ്രവർത്തിക്കുന്നുണ്ട്. ചില രീതിയിൽ ആ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള മസിൽസിൻ്റെ പുഷ്ടി ഒരു പ്രധാന ഘടകമാണ്. ചില പങ്കാളികളെ സംബന്ധിച്ച് തുടക്കത്തിൽ നിന്നുകൊണ്ടുള്ള ചുംബനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് പുരുഷൻ്റെ കൈകൾക്ക് കുറേ ക്രിയകൾ ചെയ്യാനുണ്ട്. ആ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചൊന്ന് കൂടി കഴിയുമ്പോൾ ഒരു പ്രത്യേക മൂഡുണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു രീതി കഴിയുമ്പോൾ അടുത്ത മെത്തേഡിനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായിട്ടറിയാൻ പറ്റും അവരിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള, ആകർഷണമുള്ള കാര്യം എന്താണെന്ന്. ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്ന പ്രധാനപ്പെട്ട കാര്യവും അതാണ്. സ്നേഹമുള്ള പങ്കാളിയോട് വളരെ ഇഷ്ടത്തോടെ, അഭിമാനത്തോടെ അത് ഷെയർ ചെയ്യാറുമുണ്ട്. ഞാനിത് പറയാൻ കാരണം നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കണം. ചില പ്രത്യേക കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയോട് കുറച്ചിഷ്ടം കൂടുതലായിട്ട് വേണം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനോടൊക്കെ ഒരു വിരക്തി തോന്നും. ഇതൊന്നും ആസ്വദിക്കാത്ത ധാരാളം പങ്കാളികൾ ഇപ്പോഴുണ്ട്. അവരെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികൾ, ചിന്തകൾ ഒന്നും തീരെയില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ച് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എത്ര പ്രായം ചെന്നാലും ഇതിനോട് നല്ല ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട്. അതുപോലെ ഫേസ് ടു ഫേസ് മടിയിലിരുന്ന് സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, ഈ സമയത്താണ് സ്നേഹത്തിൻ്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സമയത്തൊക്കെ തന്നെ പിൻഭാഗത്തിൻ്റെ ആ പ്രാധാന്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ശരീരത്തെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം ആരോഗ്യം മാത്രമല്ല ആകർഷണവും കൂടും. ചില മെത്തേഡൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യം വേണം, അതുപോലെ ഫ്ലെക്സിബിലിറ്റിയും വേണം. അതിന് പതിവായി വ്യായാമം ചെയ്യണം. പ്രത്യേകിച്ചും വയറിൻ്റെ ഭാഗം എത്രത്തോളം ഒതുങ്ങിയിരിക്കുന്നോ അത്രത്തോളം പിൻഭാഗത്തിന് ഷേപ്പ് കൂടും. അതിനുവേണ്ടി നല്ലൊരു എക്സർസൈസ് ഉണ്ട്. മലർന്ന് കിടന്ന് കാല് രണ്ടും മടക്കി വയറിൻ്റെ ഭാഗത്തേക്ക് വെക്കണം. കൈകൾ കൊണ്ട് കാൽമുട്ടെ പിടിച്ച് ഫേസ് മുന്നോട്ട് കൊണ്ടുവരണം. ഈ സമയത്ത് ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ കാലുകൾ നന്നായിട്ട് വിരിച്ച് വെക്കാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടുകയും ചെയ്യും. ഇതെല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ഒരു 10-15 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യണം. പിന്നെ ഈ അടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യായാമം തന്നെയാണ്.
ഏത് കാര്യവും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് സന്തോഷത്തിൻ്റെ ഹോർമോൺസ് ശരീരത്തെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.